സ്വന്തം വഴി തെളിയിക്കുകയാണ് നൃത്താധ്യാപികയായ സുശീല പൈ. കൊച്ചിയിൽ 5 ശാഖകളുള്ള മുദ്ര സെന്റർ ഫോർ ഡാൻസിന്റെ അമരക്കാരി. കഥക്കും ഒഡീസിയും ഭരതനാട്യവും ഫ്രീ സ്റ്റൈലും പഠിപ്പിക്കുന്ന സ്ഥാപനം മൂവ്മെന്റ് തെറാപ്പി എന്ന നൂതന ആശയത്തിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി 5 years ആയപ്പോൾ 5 വയസ്സ് തുടങ്ങി ക്ലാസിക്കൽ ഡാൻസിൻ്റെ ട്രെയിനിങ്ങിലേക്ക് അമ്മ കൊണ്ടുപോയി. അപ്പം കലാമണ്ഡലം ജെയിനാണ് എൻ്റെ ടീച്ചർ. ഭരതനാട്യം, മോഹിനിയാട്ടം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചു. ഒരു 15 years വരെ ക്ലാസിക്കൽ തന്നെയായിരുന്നു ട്രെയിനിങ്. സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഹൈസ്കൂൾ വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ അന്ന് പ്രീ ഡിഗ്രിയും അവിടെ തന്നെ സെൻറ്റ് ജോസഫ് കോളേജ് ചെയ്തു. അപ്പോൾ ഒരു 15-16 yearsോളം ക്ലാസിക്കൽ ഡാൻസ് ട്രെയിനിങ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ തുടക്കം ഡാൻസ് ജേർണിയുടെ. സാധാരണ ചലനങ്ങളിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും ആനന്ദിപ്പിക്കാനുമുള്ള വിദ്യ, അതാണ് മൂവ്മെന്റ് തെറാപ്പി. ഇതൊരു ചികിത്സയല്ല, ഒരു കാഴ്ചപ്പാടാണ്. പരിശീലിക്കാൻ നൃത്തമറിയണമെന്നില്ല, ആർക്കും ചെയ്യാവുന്നതാണ്. താളത്തിലുള്ള നടത്തമോ സംഘമായി കൈകോർത്തുള്ള കറക്കമോ മതി മനസ്സൊന്ന് കൂളാകാൻ. മൂവ്മെന്റ് തെറാപ്പി ആക്ച്വലി ഒരു ട്രെയിനിങ്ങോ ഒരു ഒരു ക്ലാസ്സോ അല്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ എങ്ങനെ നമുക്ക് ബോഡിയിലൂടെ ഒരു എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ജേർണിയിലേക്ക് കൂടെ കടന്നു പോവാന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി കുറേ തോട്ട്സുകളുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഡിവൈസസിലാണ് കൂടുതൽ നേരെ ഇരിക്കുന്നതും ആൻഡ് ഒരുപാട് ഇൻഫർമേഷൻ നമുക്കുള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ തോട്ട്സ്, ഈ ഫീലിങ്സ്, ഇതെല്ലാം നമ്മൾ എങ്ങനെ ചാനലൈസ് ചെയ്യും? ഇപ്പോൾ റിലേഷൻഷിപ്സിലാണെങ്കിലും പോലും നമുക്കത് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ ആർട്ടായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പാട്ടുകൾ കേട്ടിട്ട് ഒരു മൂഡ് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാം ചെയ്യാൻ വേണ്ടി നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു എനർജി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ്സിലൂടെ നമ്മുടെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ചെയ്യുക, ഒരു എക്സ്പ്രഷൻ ചെയ്യുക. അപ്പോൾ ഇതിന് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും ബോഡി മൂവ്മെൻറ്റ്സ് ഉള്ളതാണ്. ഇരിക്കുക, ക്ലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൈയുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യുക. ഇതെല്ലാം തെറപ്പിയുടെ ഭാഗമായിരിക്കും. നൃത്തവേദിയിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവിന്റെ കഥ കൂടിയുണ്ട് സുശീലയുടെ ജീവിതത്തിൽ. കലാമണ്ഡലം ജെയിനിന്റെ ശിക്ഷണത്തിൽ 5ാം വയസ്സ് മുതൽ ക്ലാസിക്കൽ ഡാൻസിൽ ചുവടുവെച്ചു തുടങ്ങിയ പെൺകുട്ടി. എന്നാൽ 18ാം വയസ്സിലെ വിവാഹം, 2 കുഞ്ഞുങ്ങളുടെ അമ്മയെന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ, ഒരു വ്യാഴവട്ടക്കാലം നൃത്തവേദിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. മടങ്ങിവരവ് പല തിരിച്ചറിവുകളും സമ്മാനിച്ചു. ഡാൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ബ്രേക്ക് കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയ ചെറിയ കൊറിയോഗ്രാഫീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. അതായത് ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കൊറിയോ ചെയ്ത് തുടങ്ങിയ കാര്യം ഇത്രയും 15 വർഷം പഠിച്ചതാണല്ലോ ക്ലാസിക്കൽ ഡാൻസ്. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ സ്കൂളിലും ചെറുതായിട്ട് ഞാൻ അങ്ങനെ ഐറ്റംസ് ഒക്കെ ചിട്ടപ്പെടുത്തുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്രയും ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫി എന്നുള്ള ഒരു വേർഡ് പോലും ഇല്ല. നമ്മളൊരു പാട്ട് എടുക്കുന്നു, അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് ഇടുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാനിങ്ങനെ പേഴ്സണലായിട്ടുള്ള കണക്ഷൻസ് ഉള്ള അവർക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. നൃത്തത്തെ പ്രൊഫഷണലായി പഠിച്ച 2ാം വരവ്. പ്രശസ്തയായ ദീപാലി വിചാരയുടെ ശിഷ്യയായി കഥക്കും സുശീല സ്വായത്തമാക്കി. തുടർന്ന് 17 വർഷം മുമ്പാണ് മുദ്ര സെന്റർ ഫോർ ഡാൻസ് ആരംഭിച്ചത്. എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിലെ വസതിയുടെ മട്ടുപ്പാവിലാണ് പ്രധാന കേന്ദ്രം. ഇതിനിടെ മോഡേൺ ഡാൻസിൽ പത്മ മേനോന്റെ പരിശീലനം നേടിയതാണ് വഴിത്തിരിവായത്. ക്ലാസിക്കൽ ഡാൻസിന്റെ ചിട്ടകളും വിധികളും മാറ്റിവെച്ചുകൊണ്ടുള്ള നൃത്തശൈലിയാണിവിടെ. മനസ്സും ചലനങ്ങളും തമ്മിലുള്ള അഭേദ്യ ബന്ധം അപ്പോഴാണ് തോന്നി തുടങ്ങിയത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സുശീല ക്രിയേറ്റീവ് മൂവ്മെന്റ് തെറാപ്പി ഓഫ് ഇന്ത്യ എന്ന വേദിയെക്കുറിച്ച് അറിഞ്ഞത്. തുടർന്ന് സംഘടനയുടെ ബംഗളൂരു കേന്ദ്രത്തിൽ നിന്ന് മൂവ്മെന്റ് തെറാപ്പിയിൽ സുശീലയുടെ പ്രോജക്ട് ഇരകളാക്കപ്പെട്ട വനിതകളുടെ മാനസിക സൗഖ്യം ലക്ഷ്യമിട്ടായിരുന്നു. പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് അന്തേവാസികൾക്ക് ആശ്വാസമേകി. വട്ടത്തിൽ നിന്ന് കൈകോർത്തു പിടിച്ച് ഒന്ന് ചുവട് വെക്കുന്നതുപോലും അവർക്ക് ആശ്വാസമായിരുന്നുവെന്ന് സുശീല പറയുന്നു. കോവിഡ് കാലത്ത് പുറത്തിറങ്ങാനാകാതെ വീടുകളിൽ കഴിഞ്ഞവർക്ക് ഓൺലൈനായി മൂവ്മെന്റ് തെറാപ്പി പരിശീലിപ്പിച്ചു. കോർപ്പറേറ്റ് കമ്പനികളിലെ സ്റ്റാഫുകൾ മുതൽ കൗമാരക്കാരായ കുട്ടികളും ജയിലുകളിലെ അന്തേവാസികളും വരെ പിരിമുറുക്കത്തിൽ നിന്ന് റിലാക്സ് ആകാൻ സുശീലയുടെ സേവനം തേടാറുണ്ട്. 2 മണിക്കൂർ കൊണ്ട് ഒരു ക്ലാസ് പൂർത്തിയാക്കാനാകും. ഓരോ ഗ്രൂപ്പിന്റെയും ആവശ്യങ്ങളനുസരിച്ചാണ് ഫീസ് ഘടന. നമ്മുടെ ബോഡി ലാംഗ്വേജ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഏതിലാണോ ട്രെയിൻഡ് ആയിരിക്കുന്നത്, ഇപ്പം മോഹിനിയാട്ടമാണെങ്കിൽ മോഹിനിയാട്ടം ബോഡി ലാംഗ്വേജ്, കഥക്കാണെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാം. എന്നാൽ ക്ലാസിക്കൽ
ഡാൻസിൻ്റെ പോലത്തുള്ള പാരാമീറ്റേഴ്സ്, ഇപ്പം ശാസ്ത്രീയ നൃത്തം എന്ന് പറയുമ്പോൾ അതിന് കുറേ ചിട്ടകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള കുറേ വിധികളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ട് അത് ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് തോന്നിയത് ചെയ്യാമെന്നല്ല, അത് ഒരു ഓഡിയൻസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. കുറച്ച് ആബ്സ്ട്രാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ഫ്ലെക്സിബിൾ ആവുക, അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യും. മ്യൂസിക് ആണെങ്കിലും അതൊരു സെക്കൻഡറി ആണ്, പാട്ടിനെ ബേസ് ചെയ്യണമെന്നില്ല, സൈലൻസിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എന്താ പറയുക, ഒരു ഇമോഷൻ എടുത്തിട്ട് ആ ഇമോഷൻ കുറേ നേരം നമുക്ക് ഇരിക്കാം, വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല. ജസ്റ്റ് ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഫേസ് തന്നെ ഒരുപാട് യൂസ് ചെയ്യാണ്ട് ബോഡിയിലുള്ള ഫീലിങ്സ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബിസിനസ് ആവശ്യാർത്ഥം അരനൂറ്റാണ്ട് മുമ്പ് സ്ഥിരതാമസമാക്കിയ കൊല്ലം സ്വദേശി പരേതനായ കൃഷ്ണ പൈയുടെ മകളാണ് സുശീല പൈ. പ്രീ ഡിഗ്രി പഠനശേഷം കുടുംബജീവിതത്തിലേക്ക് കടന്ന സുശീല പിന്നീട് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ഇടക്കാലത്ത് സ്കൂൾ അധ്യാപികയായും പ്രവർത്തിച്ചു. അമ്മ രാജാമണിയും ഭർത്താവ് ബിസിനസ്സുകാരനായ ഉമേഷ് പൈയും ക്ലാസിക്കൽ ഡാൻസറും പരിശീലകയുമായ മകൾ ശാലിനി പൈയും വിദ്യാർത്ഥിയായ മകൻ സിദ്ധാർത്ഥുമെല്ലാം കലായാത്രയിൽ സുശീലയുടെ കൂടെയുണ്ട്. ശാലിനിയുടെ നേതൃത്വത്തിൽ ഒഡീസി നൃത്ത പരിശീലനം കൊച്ചിയിൽ അവതരിപ്പിച്ചു. കൊറിയോഗ്രഫി അടക്കം നൃത്തപരമായ വിവിധ സേവനങ്ങളും മുദ്ര സെന്റർ ഫോർ ഡാൻസ് നൽകുന്നുണ്ട്. ശിഷ്യരിൽ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരുമുണ്ട്.